ഹാഡിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ARR ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ ഡിസ്കൗണ്ട് ടെക്നിക്കിലെ പേ ബാക്ക് പീരീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ നോൺ ഡിസ്കൗണ്ട് ടെക്നിക്കാണ് എന്ത്? ARR എന്താണ്? ഫുൾ ഫോം എന്താണ്? അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ARR മെത്തേഡ് ഈ സിമ്പിൾ ടെക്നിക്ക് ഓഫ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്? ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് മുകളിലുള്ള ആവറേജ് റേറ്റിനെ പറഞ്ഞ പേരാണത് ARR. ദ ARR റെപ്രസെൻറ്റ് ദ റേഷ്യോ ഓഫ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ടു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി പ്രൊജക്റ്റ്. ആവറേജ് ആനുവൽ പ്രോഫിറ്റിൽ നിന്ന് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അടിച്ചെന്ന് കിട്ടും, ARR കിട്ടും. ഇക്വേഷൻ എന്താണ്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ARR കാണുന്ന ഇക്വേഷന് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നോട്ട് ക്യാഷ് ഫ്ലോ. വളരെ പ്രധാനപ്പെട്ട സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. ഇവിടെ എന്താണ് ബേസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, എന്തല്ല? ക്യാഷ് ഫ്ലോ അല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നോട്ട് ക്യാഷ് ഫ്ലോ. ദിസ് മെത്തേഡ് ആൾസോ നോൺ ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. ARRൻ്റെ മറ്റൊരു പേരാണത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ARR എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ടു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. ARR ഈസ് കാൽക്കുലേറ്റഡ് with the help of following formula. ARR equal to average annual profit after tax. Average annual profit after tax divided by average investment. Then average investment കാണാനുള്ള ഇക്വേഷൻ. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂ കുറക്കണം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറക്കുക, ഡിവൈഡ് ബൈ 2 പ്ലസ് ആ സ്ക്രാപ്പ് വാല്യൂ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തേ ഉള്ളൂ? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ 2 ആണെന്ത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആദ്യം സ്ക്രാപ്പ് വാല്യൂ കുറക്കണം, ഡിവൈഡ് ബൈ 2 കാണണം, ദെൻ സ്ക്രാപ്പ് വാല്യൂ ആഡ് ചെയ്യണം. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. കൃത്യമായിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ രണ്ട് പ്രൊജക്റ്റാണ് വരുന്നത്. ഒന്ന് പ്രൊജക്റ്റ് എക്സും ഒന്ന് പ്രൊജക്റ്റ് വൈയും. അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് 40,000, 60,000. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. ദെൻ ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, നമുക്ക് ഓരോ വർഷം ലഭിക്കുന്ന ഏർണിങ്സ് ആണ്. പ്രൊജക്റ്റ് എക്സിൽ 5,000 ആണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 7,000 ആണ്, തേർഡ് ഇയർ 6,000 ആണ്, ഫോർത്ത് ഇയറും 6,000 ആണ്. ഇനി പ്രൊജക്റ്റ് വൈൻ്റെ കേസിൽ ഫസ്റ്റ് ഇയർ 8,000 ആണ്, സെക്കൻഡ് ഇയർ 10,000 ആണ്, തേർഡ് ഇയർ 7,000 ആണ്, ഫോർത്ത് ഇയർ 5,000 ആണ്. പ്രൊജക്റ്റ് എക്സിൻ്റെയും പ്രൊജക്റ്റ് വൈയുടെയും ARR കാണണമെങ്കിൽ നോക്കാം. ആദ്യം ആവറേജ് ഏർണിങ്സ് ഓഫ് പ്രൊജക്റ്റ് എക്സിൻ്റെ കാണാം. ആവറേജ് ഏർണിങ്സ് കണ്ടുപിടിക്കാൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടോട്ടൽ ഏർണിങ്സ്, ഈ 4 വർഷത്തെയും ഏർണിങ്സ് കൂട്ടുന്നു. ഫസ്റ്റ് വർഷം 5,000 ആണ്, സെക്കൻഡ് വർഷം 7,000 ആണ്, തേർഡ് വർഷം 6,000 ആണ്, ഫോർത്ത് വർഷം 6,000. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 24,000 കിട്ടും. അപ്പോൾ 4 വർഷത്തിൻ്റെയും ഏർണിങ്സ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കൂട്ടിങ്ങാണ്ട് എഴുതാം. ഡിവൈഡഡ് ബൈ എത്ര വർഷമാണ്? 4 വർഷമാണ്. ആവറേജ് കാണാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000 കിട്ടും. അപ്പോൾ ആവറേജ് ഏർണിങ്സ് എത്ര കിട്ടി? 6,000 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ എന്തില്ല? സ്ക്രാപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ അല്ലേ,
കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് കോസ്റ്റ് എൻഡിലില്ല. അപ്പോൾ എന്ത് കിട്ടും? നമ്മൾ 0 കിട്ടും. 40,000 പ്ലസ് 0, എക്സിൻ്റെ 40,000 ആണ്. 40,000 പ്ലസ് 0 ആണ്, അവിടെ 0 ആണ്, ഡിവൈഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും? 20,000 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ, അത്തരം ഐറ്റംസ് ഉണ്ടെങ്കിൽ, സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ ആദ്യം മൈനസ് ചെയ്യണം, ദെൻ ഡിവൈഡ് ബൈ 2 ചെയ്യണം, പ്ലസ് സ്ക്രാപ്പ് പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ സ്ക്രാപ്പ് ഒന്നുമില്ല, അപ്പോൾ വളരെ എളുപ്പമാണ് 20,000 കിട്ടും. ഇനി ARR കാണാൻ എന്താണ്? ആവറേജ് ഏർണിങ്സ് അല്ലെങ്കിൽ ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്യണം. പെർസെൻറ്റേജ് നമുക്ക് ആൻസർ കിട്ടുന്നത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 6,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 30% കിട്ടും. ഇനി അതേപോലെ തന്നെ പ്രൊജക്റ്റ് വൈൻഡും കാണാം. പ്രൊജക്റ്റ് വൈയുടെ ഏർണിങ്സ് എത്രയാണ്? ഏർണിങ്സ് നോക്കുക. ഇവിടെ ഓരോ വർഷത്തിൻ്റെയും ഏർണിങ്സ് കൂട്ടുക. 8,000, 10,000, 18,000, ദെൻ 7,000, 5,000 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ 30,000 കിട്ടും. 4 വർഷമാണ്. 30,000 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 7,500 കിട്ടും. അപ്പോൾ ആവറേജ് ഏർണിങ്സ് എത്രയാണ്? 7,500 ആണ്. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണണം അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 60,000 ആണ്. സ്ക്രാപ്പും കാര്യങ്ങളൊന്നുമില്ല. 60,000 പ്ലസ് 0 ആണ്, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 30,000 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ARRൻ്റെ ഇക്വേഷന് 7,500 ഡിവൈഡ് ബൈ 30,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 25% കിട്ടും. അപ്പോൾ ARR എത്രയാണ്? 25% ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് നോക്കി. ഓക്കെ, താങ്ക് യു.